ഹലോ, ഇത്തവണത്തെ ഞങ്ങളുടെ ജേണി കെനിയയിലേക്കാണ് കേട്ടോ. അപ്പോൾ ആഫ്രിക്കയിലേക്ക് ഞങ്ങളുടെ ഫസ്റ്റ് ജേണിയാണ്. അപ്പോൾ കുറേ നാളത്തെ ഞങ്ങളുടെ ആഗ്രഹമായിരുന്നു കെനിയയിലേക്ക് ട്രാവൽ ചെയ്യണം എന്നുള്ളത്. അവിടെ പോയിട്ട് വൈൽഡ് ലൈഫ് സഫാരിയൊക്കെ കാണണം എന്നുള്ളൊരു ഡ്രീമായിരുന്നു. സോ ഞങ്ങൾ ഷാർജ എയർപോർട്ടിൽ നിന്നായിരുന്നു ഞങ്ങളുടെ ഫ്ലൈറ്റ്. എയർ അറേബ്യ ആയിരുന്നു ഞങ്ങളുടെ ഫ്ലൈറ്റ്. അപ്പോൾ ഷാർജ ടു നെയ്റോബി 5 hours ആണ് കേട്ടോ ജേണി ടൈം. അപ്പോൾ ഞങ്ങൾ ഫ്ലൈറ്റൊക്കെ ബോർഡ് ചെയ്തു, ഞങ്ങളുടെ ജേണി സ്റ്റാർട്ട് ചെയ്തു. അങ്ങനെ ഞങ്ങൾ ഫ്ലൈറ്റിൽ ഫുഡൊക്കെ കഴിച്ചു. ഫുഡെല്ലാം ഞങ്ങൾ പ്രീ ബുക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു, അതുകൊണ്ട് തന്നെ വലിയ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ 5 hours ശേഷം ഞങ്ങളിതേ നെയ്റോബി എയർപോർട്ടിൽ ലാൻഡ് ചെയ്തു കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ ഒരു ഫ്രണ്ട് ഓൾറെഡി ഇവിടെ ഉണ്ടായിരുന്നു. അപ്പോൾ പുള്ളിക്കാരനാണ് ഞങ്ങൾക്ക് അങ്ങനെ ഡീറ്റെയിൽസൊക്കെ പറഞ്ഞു തരുന്നത്, സിം എടുക്കുന്ന കാര്യങ്ങളൊക്കെ കുറിച്ചിട്ടൊക്കെ പറയായിരുന്നു. അങ്ങനെ എയർപോർട്ട് കുറച്ച് വിയേർഡായിട്ട് ഫീൽ ചെയ്തു കേട്ടോ. അപ്പോൾ ഇതുവരെ ഞാൻ കണ്ടിട്ടുള്ള എയർപോർട്ടിൽ നിന്നും വളരെ വ്യത്യസ്തമായിരുന്നു നെയ്റോബിയിലെ എയർപോർട്ട്. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങളുടെ ലഗേജൊക്കെ കിട്ടാൻ വേണ്ടിയിട്ട് ഞങ്ങൾ വെയിറ്റ് ചെയ്തു. ലഗേജൊക്കെ പെട്ടെന്ന് തന്നെ വന്നു, അധികം തിരക്കൊന്നും ഉണ്ടായിരുന്നില്ല. അങ്ങനെ ഞങ്ങൾ എയർപോർട്ടിൽ നിന്ന് സിമ്മെല്ലാം എടുത്ത് എയർപോർട്ടിൽ നിന്ന് എക്സിറ്റ് ആവുന്ന വഴിയാണ് കേട്ടോ അത്. അപ്പോൾ ഞങ്ങളൊരു വണ്ടിയൊക്കെ പിടിച്ച്, ഫ്രണ്ട് ഉണ്ടായിരുന്നത് കൊണ്ട് വണ്ടിയൊക്കെ അവൻ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ താമസിക്കുന്നത് ഞങ്ങളുടെ ഹോട്ടൽ റൂമിലെത്തി. ഹോട്ടൽ റൂം അത്യാവശ്യം നല്ലൊരു റൂമായിരുന്നു. അപ്പോൾ 1 night മാത്രമേ ഉള്ളൂ ഞങ്ങൾ ഈ റൂമിൽ സ്റ്റേ. അപ്പോൾ നെക്സ്റ്റ് മോർണിംഗ് ഏർലി മോർണിംഗ് തന്നെ ഞങ്ങൾ നേരെ മസായ് മാരയിലേക്ക് പോകണം കേട്ടോ. അപ്പോൾ നെയ്റോബിയിൽ നിന്ന് മസായ് മാരയിലേക്ക് പോകുന്ന വണ്ടിയാണ് കേട്ടോ അത്. അപ്പോൾ ഈ വണ്ടിയിൽ തന്നെയാണ് ഞങ്ങൾ സഫാരിക്ക് പോകുന്നത്. അപ്പോൾ നെയ്റോബി ടു മസായ് മാര 5 hours ആണ് കേട്ടോ ജേണി. അപ്പോൾ ഇടയിൽ വെച്ചിട്ട് ഒരു വാഷ്റൂം പോകാനായിട്ടൊക്കെ നിർത്തി. അപ്പോൾ ഇതുവരെ ട്രാവൽ ചെയ്ത കൺട്രീസിൽ നിന്നൊക്കെ വിഭിന്നമായിട്ടൊരു ഫീച്ചർ തോന്നിയത് എല്ലായിടത്തും വാഷ്റൂമിൽ പൈസ കൊടുക്കണമായിരുന്നു. പക്ഷേ നെയ്റോബിയിൽ അങ്ങനെ ഒരു സിസ്റ്റം ഉണ്ടായിരുന്നില്ല, അല്ല കെനിയ മൊത്തത്തിലുണ്ടായിരുന്നില്ല കേട്ടോ. പോകുന്ന വഴിക്കാണ് നമ്മളുടെ ഗ്രേറ്റ് റിഫ്റ്റ് വാലി കണ്ടത് കേട്ടോ. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള വ്യൂ ആയിരുന്നു. അപ്പോൾ ഇവിടെ ഒരു സ്റ്റോപ്പ് ഉണ്ടായിരുന്നു. അപ്പോൾ അവിടെ നിന്ന് ഞങ്ങൾ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത്, ക്ലൈമറ്റൊക്കെ നല്ല അടിപൊളി ക്ലൈമറ്റായിരുന്നു. അങ്ങനെ ഞങ്ങൾ യാത്ര തുടർന്നു. പോകുന്ന വഴിക്ക് കണ്ട കാഴ്ചകളാണ് കേട്ടോ ഇതെല്ലാം. അപ്പോൾ നിറയെ കൂടുതലും ഉൾഗ്രാമങ്ങളിലേക്കൊക്കെ ചെല്ലുമ്പോൾ റോഡൊക്കെ ഇച്ചിരി മോശമാണ്. അതുപോലെ തന്നെ നിറയെ പൊടിയാണ് നമുക്ക് കാണാൻ പറ്റുന്നത്. പൊടി നിറഞ്ഞ റോഡുകളാണ്. ഫൈനലി ഞങ്ങൾ 5 hours ട്രാവലിന് ശേഷം ഞങ്ങൾ താമസിക്കുന്ന ഹോട്ടലിലെത്തി. ഇത് ജംബോമാര സഫാരി ലോഡ്ജ് എന്ന് പറയും. നല്ല അടിപൊളിയായിട്ടുള്ളൊരു ലോഡ്ജായിരുന്നു കേട്ടോ. ഒത്തിരി റൂംസും കോട്ടേജസൊക്കെ അവൈലബിൾ ആണ്. അപ്പോൾ ഈ മസായ് മാര നാഷണൽ റിസർവിൻ്റെ തൊട്ടടുത്ത് തന്നെയാണ് ഈ ഒരു കോട്ടേജ് ഉണ്ടായിരുന്നത്. അപ്പോൾ ഇവിടെ നമ്മൾ വെൽക്കം ചെയ്യാനൊക്കെ നിൽക്കുന്നത് ഈ മസായ് ട്രൈബ്സാണ്. അവരുടെ വേഷം കണ്ടിട്ടുണ്ടെങ്കിൽ മനസ്സിലാവും. ഒരു റെഡ് ഡ്രസ്സായിരുന്നു അവരിട്ടിരുന്നത്. അപ്പോൾ അവരാണ് നമ്മുടെ ലഗേജൊക്കെ നമ്മുടെ റൂമിലെത്തിക്കുന്ന ആൾക്കാർ. അപ്പോൾ റൂം കുറച്ച് ദൂരമുള്ളത് കൊണ്ട് തന്നെ അവർ പറഞ്ഞു, നിങ്ങൾ ഫുഡൊക്കെ കഴിച്ചിട്ട് ലഞ്ച് കഴിച്ചിട്ട് റൂമിലേക്ക് പോകാമെന്ന് പറഞ്ഞു. അപ്പോൾ കാടിൻ്റെ അടുത്തായതുകൊണ്ട് തന്നെ റേഞ്ചൊക്കെ കുറച്ച് കുറവാണ്. അപ്പോൾ കൂടുതലും വൈഫൈയും കാര്യങ്ങളൊക്കെ നമുക്ക് റിസപ്ഷനിൽ മാത്രമേ അവൈലബിൾ ആയിട്ടുള്ളൂ. നമ്മൾ റൂമിൽ ചെന്ന് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ റൂമിൽ ടിവിയോ കാര്യങ്ങളോ ഒന്നുമില്ല. അങ്ങനെ ഞങ്ങൾ അവിടെ വന്നു. അവിടെ വന്നപ്പോൾ അവർ ഭയങ്കര വാം വെൽക്കമാണ് നമുക്ക് തന്നത്. അപ്പോൾ ഇതൊക്കെയാണ് ഹോട്ടലിലെ മെയിനായിട്ടുള്ള അമ്യൂണിറ്റീസ്. അവിടെ കളിക്കാനായിട്ട് ടേബിൾ ടെന്നീസ്, അതുപോലെ തന്നെ അവിടെ ഒരു ജിമ്മ്, പൂള്, അങ്ങനത്തെ കാര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ വന്നപ്പോൾ തന്നെ അവർ നല്ലൊരു നനഞ്ഞ ടവലാണ് ഞങ്ങൾക്ക് ആദ്യം തന്നത്. കയ്യും മുഖമൊക്കെ ഒന്ന് നല്ലപോലെ തുടയ്ക്കാൻ വേണ്ടിയിട്ട്. കാരണം പൊടി നിറഞ്ഞ റോട്ടിൽ കൂടെയല്ലേ വന്നുകൊണ്ടിരുന്നത്. അതുകൊണ്ട് എല്ലാവർക്കും ചെറിയൊരു ചൂടുള്ളൊരു ടവലായിരുന്നു തന്നത്. അതുകൊണ്ട് കൈയൊക്കെ തുടച്ചിട്ട് ഞങ്ങൾക്ക് എല്ലാവരും വെൽക്കം ഡ്രിങ്കൊക്കെ തന്നു. വെൽക്കം ഡ്രിങ്കൊക്കെ കുടിച്ചതിന് ശേഷം ഞങ്ങൾ നേരെ ഫുഡ് കഴിക്കാനാണ് കേട്ടോ പോയത്. നല്ല വിശപ്പുണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഫുഡ് കഴിക്കാൻ പോയി. ഫുഡ് അവിടെ ബുഫേ ആയിരുന്നു. അപ്പോൾ എല്ലാ തരത്തിലുള്ള ക്യൂസിൻസ് അവിടെ അവൈലബിൾ ആണ്. എസ്പെഷ്യലി ഇന്ത്യൻ ക്യൂസിൻസ് അവൈലബിൾ ആയിരുന്നു. അപ്പോൾ ഞങ്ങൾ എടുത്തിരുന്നത് കുറച്ച് ചിക്കനും കാര്യങ്ങളൊക്കെ അവിടെ നിന്ന് കഴിച്ചു. കുറച്ച് ബിരിയാണി, റൈസ്, അങ്ങനെയൊക്കെ ഫുഡൊക്കെ കഴിച്ചിട്ട് ഞങ്ങൾ അവിടെ നിന്ന് കുറച്ച് ഫോട്ടോസെല്ലാം എടുത്തതിന് ശേഷം ഞങ്ങൾ നേരെ ഞങ്ങളുടെ റൂമിലേക്ക് പോകണം. അപ്പോൾ റൂമെന്ന് പറയുന്നത് റിസപ്ഷൻ്റെ അവിടെ നിന്ന് കുറച്ച്
ദൂരമുണ്ട് കേട്ടോ. അപ്പോൾ ഞങ്ങളുടെ മുമ്പിൽ ലഗേജൊക്കെ പിടിച്ച് അവർ പോവാണ്. അപ്പോൾ ഞങ്ങൾ പിറകിൽ ഞങ്ങളുടെ റൂം അന്വേഷിച്ചിട്ട് അങ്ങനെ നടക്കുകയാണ്. അപ്പോൾ ഇവിടെയെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഒത്തിരി കോട്ടേജസ് ആയിട്ടാണ് കേട്ടോ റൂം. അപ്പോൾ പല റേറ്റിലും പല ബഡ്ജറ്റിലുള്ള കോട്ടേജസ് അവിടെ അവൈലബിൾ ആണ്. ഞങ്ങൾ ചൂസ് ചെയ്തത് ഗ്ലാസ് കോട്ടേജാണ്. അപ്പോൾ അതിലേക്കുള്ള യാത്രയിലാണത്. പോകുന്ന വഴിക്ക് കാണുന്ന ഗ്രീൻ കളറിലുള്ള സംഭവങ്ങളൊക്കെ കോട്ടേജസ് ആണ്. അപ്പോൾ അവിടെ കുറേ ആൾക്കാരുകളൊക്കെ ഉണ്ടായിരുന്നു. ഓൾമോസ്റ്റ് അവർ ഫുള്ളായിരുന്നു. ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിട്ടുള്ളൊരു ആംബിയൻസ് ആയിരുന്നു ഇവിടെ. ഒന്നും പറയാനില്ല. ഫുള്ള് പച്ചപ്പും അതുപോലെ തന്നെ ക്ലൈമറ്റും ഭയങ്കര രസമായിരുന്നു. അപ്പോൾ ഞങ്ങളുടെ റൂമെത്തി. ഞങ്ങൾ ബുക്ക് ചെയ്തത് ഗ്ലാസ് കോട്ടേജാണെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നല്ലോ. അപ്പോൾ ഗ്ലാസ് കോട്ടേജാണ്, ഫുള്ള് ഗ്ലാസ് കൊണ്ട് ഉണ്ടാക്കിയതാണ്. അപ്പം നമുക്ക് ഗ്ലാസ് തുറന്നു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് ആനിമൽസിനൊക്കെ നമുക്ക് കാണാൻ പറ്റും. അങ്ങനത്തെ ഉള്ളൊരു സെറ്റപ്പായിരുന്നു. കുറച്ച് നേരം റൂമിൽ റെസ്റ്റ് എടുത്തതിന് ശേഷം ഞങ്ങളുടെ ഫസ്റ്റത്തെ ഗെയിം ഡ്രൈവിനായിട്ട് പോവാണ് കേട്ടോ. അപ്പോൾ ഗെയിം ഡ്രൈവ് ഒരു 4 o'clock സ്റ്റാർട്ട് ചെയ്തു. അപ്പോൾ ഞങ്ങളുടെ ലാൻഡ് ക്രൂയിസറിൽ ഞങ്ങൾ ട്രാവൽ ചെയ്യാണ് കേട്ടോ. അപ്പോൾ ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ മസായ് മാര നാഷണൽ റിസർവിൻ്റെ അടുത്ത് തന്നെയായിരുന്നു. ഒരു 3 kilometers ദൂരെയായിരുന്നു ഞങ്ങളുടെ താമസിക്കുന്ന സ്ഥലം. അപ്പോൾ അവിടെ നിന്ന് റോഡ് കുറച്ച് കുണ്ടും കുഴിയൊക്കെ ഉള്ള റോഡാണ് കേട്ടോ. പ്രോപ്പർലി ടാർ ചെയ്ത റോഡൊന്നുമല്ല. അതുകൊണ്ട് തന്നെ അത്യാവശ്യം ചെളിയും മണ്ണും പൊടിയും ഒക്കെ ഉള്ള റോഡാണ് കേട്ടോ. അപ്പോൾ ആദ്യം തന്നെ ഞങ്ങൾ ആ റിസർവിലേക്ക് കടന്നപ്പോൾ ഫസ്റ്റ് തന്നെ കണ്ട കാഴ്ചകളെന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കുറേ സീബ്രാസും അതുപോലെ തന്നെ കുറേ മാനുകളെയാണ് കേട്ടോ. അപ്പോൾ ഭയങ്കര എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. വൈൽഡിൽ അവരെ ഇതുപോലെ കാണുക എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഭയങ്കരമായിട്ടുള്ളൊരു എക്സൈറ്റ്മെൻ്റ് ആയിരുന്നു. അപ്പോൾ ഇതൊക്കെ കണ്ടതിന് ശേഷം ഞങ്ങളിങ്ങനെ മുന്നോട്ടേക്ക് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുകയാണ്. അങ്ങനെ ഞങ്ങൾ മുന്നോട്ടേക്ക് ട്രാവൽ ചെയ്തുകൊണ്ടിരിക്കുമ്പോഴാണ് കേട്ടോ കുറേ മാനുകളെ ഞങ്ങൾ കണ്ടു. അപ്പോൾ ഞങ്ങളുടെ ടൂർ ഗൈഡ് ഞങ്ങൾക്കത് എക്സ്പ്ലെയിൻ ചെയ്തു തന്നു. അത് ഇംപാല എന്ന് പറഞ്ഞിട്ടുള്ളൊരു ടൈപ്പ് ഓഫ് മാനാണ്. ഇവിടെ കുറേ ഉണ്ട്. അപ്പോൾ മക്കളെല്ലാവരും ഭയങ്കര എക്സൈറ്റ്മെൻറ്റിലായിരുന്നു കേട്ടോ. സൂലല്ലാണ്ട് ഇങ്ങനെ വൈൽഡ് ആനിമൽസിനെ നേരിട്ട് കാണുക എന്നുള്ളത് ഞങ്ങൾക്കും മക്കൾക്കും ഒരുപോലെ എക്സൈറ്റ്മെൻറ്റ് തരുന്നൊരു കാര്യമാണ്. പിന്നീട് ഞങ്ങൾ കണ്ടത് വൈൽഡ് ബീസ്റ്റിനാണ് കേട്ടോ. അപ്പോൾ ഈ വൈൽഡ് ബീസ്റ്റ് മൈഗ്രേഷൻ കാണാനാണ് മെജോറിറ്റി ആൾക്കാരും മസായ് മാരയിലും അതുപോലെ തന്നെ ടാൻസാനിയയിലെ സെറംഗറ്റിയിലേക്കും പോകുന്നത്. അപ്പോൾ അതിൻ്റെ സീസൺ ജൂലൈ ലാസ്റ്റ് തൊട്ട് സ്റ്റാർട്ട് ചെയ്യും. 3 മാസത്തോളം ഈ മൈഗ്രേഷൻ ഉണ്ടാവും. അപ്പോൾ അവർ ടാൻസാനിയ സെറംഗറ്റിയിൽ നിന്നും കെനിയയിലെ മസായ് മാരയിലേക്ക് അവർ മൈഗ്രേറ്റ് ചെയ്യും. അപ്പോൾ ഈ മൈഗ്രേഷൻ്റെ ഇടയിൽ അവരെ പിടിച്ചു തിന്നാനായിട്ട് ഒരുപാട് ആനിമൽസും അതായത് ക്രോക്കഡൈൽസും ലയൺസും ഒക്കെ ഉണ്ടാവും. അപ്പോൾ ഈ ഒരു കാഴ്ച കാണാനാണ് മെയിനായിട്ട് ടൂറിസ്റ്റുകൾ ഈ മസായ് മാരയിലേക്കും അതുപോലെ തന്നെ ടാൻസാനിയയിലേക്കും പോകുന്നത്. അറൗണ്ട് ഒരു 2 million വൈൽഡ് ബീസ്റ്റ് ആണ് മൈഗ്രേറ്റ് ചെയ്യുന്നതെന്നാണ് ഇവർ പറയുന്ന കണക്ക്. അപ്പോൾ ഇത് അവരുടെ ഹൈ പീക്ക് സീസണാണ് ടൂറിസ്റ്റുകളുടെ. അതുപോലെ തന്നെ റേറ്റും ഭയങ്കര കൂടുതലാണ്. ജൂലൈ 1 തൊട്ട് ഈ നാഷണൽ റിസർവിലെ ഫീസ് ഡബിൾ ആക്കിയിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് അവരുടെ ലോഡ്ജുകളും കാര്യങ്ങളൊക്കെ ഭയങ്കര ഹൈ റേറ്റ് ആയിരിക്കും ഈ ഒരു ടൈമിങ്ങിൽ. അപ്പോൾ ഞങ്ങളുടെ ടൂർ ഗൈഡ് ഞങ്ങളുടെ ആനിമൽസിനെ കാണാൻ പറ്റുന്ന സ്ഥലത്തൊക്കെ പുള്ളിക്കാരൻ വണ്ടി നിർത്തി ഞങ്ങൾക്ക് ഫോട്ടോസും വീഡിയോസും എടുക്കാനൊക്കെ ഉള്ളൊരു അവസരം ഉണ്ടാക്കി തന്നു കേട്ടോ. അതുപോലെ തന്നെ ഇവിടെ പറഞ്ഞിരിക്കുന്ന റൂട്ടിൽ കൂടെ അല്ലാതെ നമ്മൾക്ക് വണ്ടി കൊണ്ടുപോകാൻ പാടില്ല, ഓഫ് റോഡിങ് പാടില്ല എന്നൊക്കെ അയാൾ പറയുന്നുണ്ടായിരുന്നു. അങ്ങനെ ഞങ്ങൾ ആനിമൽസിനെയൊക്കെ കണ്ട് ഞങ്ങളുടെ ജേർണി അങ്ങനെ തുടർന്നുകൊണ്ടിരിക്കുക. അങ്ങനെ ഞങ്ങൾ കുറച്ച് ദൂരം മുന്നോട്ട് പോയപ്പോൾ ഞങ്ങൾ 2 ഓസ്ട്രിച്ചുകളെ കണ്ടു. അവർ ഫീമെയിൽ ഓസ്ട്രിച്ചുകളായിരുന്നു. അപ്പോൾ അതിനെയൊക്കെ കണ്ട് ഞങ്ങൾ ഒരു കുളത്തിൻ്റെ അടുത്തെത്തി. അപ്പോൾ പുള്ളിക്കാരൻ ഞങ്ങളുടെ അടുത്ത് പറഞ്ഞു അതിൽ ഹിപ്പോസ് ഉണ്ടെന്ന്. ശരിയാണ്, ഞങ്ങൾ ചെന്നപ്പോൾ അത് താന്ന് കിടക്കുന്നതാണെങ്കിലും കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ എല്ലാവരും തലയൊക്കെ പൊക്കി. അപ്പോൾ ഹിപ്പോസ് ഇങ്ങനെ വെള്ളത്തിൻ്റെ അടിയിൽ കിടക്കുന്ന കാണാനായിട്ടൊക്കെ നല്ല രസമായിരുന്നു. എല്ലാ ആനിമൽസും അവരുടെ നാച്ചുറൽ ഹാബിറ്റാറ്റിലിരിക്കുന്ന കാണാനൊരു പ്രത്യേക ഭംഗിയാണ്. അങ്ങനെ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുകയായിരുന്നു. ഞങ്ങൾ ഒരുപാട് ആനകളെയൊക്കെ കണ്ടു. അപ്പോൾ അതിൽ കൂടെ പോയൊരു ഒറ്റയാനാണത്. അപ്പോൾ അതിനെ കാണാനായിട്ട് അടുത്തൊരു സഫാരി വണ്ടി അവിടെ നിർത്തിയിട്ടിട്ടുണ്ട്. ഫൈനലി ഞങ്ങൾ ആഗ്രഹിച്ച ലയനെ ഞങ്ങൾക്ക് കാണാൻ പറ്റി. അപ്പോൾ ലയനും അതുപോലെ തന്നെ ലയനസും 2 പേരുണ്ടായിരുന്നു. അവരവിടെ അങ്ങനെ റെസ്റ്റ് എടുക്കായിരുന്നു. അവർക്ക് ഈ വണ്ടികളൊക്കെ സ്ഥിരം കണ്ട് ശീലമായതുകൊണ്ട് അങ്ങനെ കുഴപ്പമൊന്നുമില്ല. മോനാണെങ്കിൽ ലയനെ കണ്ട സ്ഥലത്തെത്തിയപ്പോഴേക്കും ആൾ ഉറങ്ങിപ്പോയി. ആളും ഭയങ്കര എക്സൈറ്റ്മെൻറ്റിൽ വെയിറ്റ് ചെയ്യായിരുന്നു ലയനെ കാണാനായിട്ട്.
പിന്നീട് ഞങ്ങളൊരു ആട്ടാനക്കൂട്ടത്തിനെ കണ്ടു. ഇപ്പോൾ ആഫ്രിക്കൻ എലിഫൻറ്റിനെ കാണാനായിട്ടൊരു പ്രത്യേക ഭംഗിയാണ്. കാരണം അവരുടെ ചെവിയും അവരുടെ കൊമ്പൊക്കെ ഇന്ത്യൻ എലിഫൻറ്റിനേലും കുറച്ചും കൂടിയും വലുതാണല്ലോ. അപ്പോൾ ഞങ്ങളുടെ അടുത്ത് അയാൾ പറഞ്ഞു, ടൂർ ഗൈഡ് പറഞ്ഞു, ഈ ഹേർഡ് മുന്നോട്ട് നയിക്കുന്നത് പ്രായമുള്ളൊരു ഫീമെയിലാണെന്ന് പറഞ്ഞു. അപ്പോൾ ഫീമെയിൽസിനും ഇതിൽ കൊമ്പുണ്ട്, പക്ഷേ മെയിൽസിൻ്റെ അത്ര വലുപ്പം ഉണ്ടാവില്ല. അപ്പോൾ ഇതെല്ലാം ഈ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ ഒരു 6-6:30 ആയപ്പോഴേക്കും ഞങ്ങളുടെ റൂമിലെത്തി. അപ്പോൾ റൂമിൻ്റെ ആ റിസപ്ഷൻ്റെ ആ ഭാഗത്ത് തന്നെ ഇവിടെ മസായി ട്രൈബ്സ് അവരുണ്ടാക്കിയിട്ടുള്ള ഹാൻഡിക്രാഫ്റ്റ്സൊക്കെ വിൽക്കാനായിട്ട് വെച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. അപ്പോൾ കൂടുതലും നമ്മൾ റേറ്റ് ചോദിക്കുമ്പോൾ $1 വില പറയുക. അങ്ങനെ ഞങ്ങൾ കാഴ്ചകളൊക്കെ കണ്ട് ഞങ്ങൾ തിരിച്ച് റൂമിലെത്തി.